ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗ്രാമർ ടിപ്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് പരിപ്പ് വട എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. വളരെ നല്ല ടേസ്റ്റുള്ള നമ്മളുടെ തട്ടുകടയിലൊക്കെ കിട്ടുന്ന പോലത്തെ പരിപ്പ് വട നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതെന്നാ കണ്ടില്ലേ, നല്ല മുരിഞ്ഞ് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റോടുകൂടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതേ കണ്ടല്ലോ, നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഞാൻ 2 തരം പരിപ്പെടുത്തിന്. ചിലവർ വന്നിട്ട് കടലപ്പരിപ്പ് മാത്രമേ എടുക്കുള്ളൂ. ഞാനിതിൽ നമ്മൾ ഗ്രീൻ പീസിൻ്റെ പരിപ്പും പിന്നെ നമ്മളുടെ കറുത്ത കടലയുടെ പരിപ്പും കടലപ്പരിപ്പ് അങ്ങനത്തെ 2 എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് കുറച്ചുകൂടി ടേസ്റ്റ് എനിക്ക് തോന്നിക്കുന്നത്. ചിലവർ കടലപ്പരിപ്പ് മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ 2 ഞാൻ എടുത്തിട്ടുണ്ട്. ഗ്രീൻ പീസിൻ്റെ പരിപ്പും ബ്ലാക്ക് ചനയുടെ കടലപ്പരിപ്പിൻ്റെ ഇതും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലവണ്ണം കുതിർത്തിട്ടു. നല്ലവണ്ണം കുതിർക്കണം. 12 hours കുതിർക്കാൻ വെക്കണം കുറഞ്ഞത്. അപ്പോഴേ ഇത് ആ ഒരു പരിപ്പ് മാത്രം നമുക്ക് കുക്ക് ചെയ്തെടുക്കുമ്പോൾ അങ്ങനെ പകുതിയെ നമ്മൾ അരക്കുള്ളൂ, ഫുള്ളായിട്ട് അരച്ചെടുക്കില്ല. അപ്പോൾ അത് വെന്ത് കിട്ടാനൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു 12 hours കുറഞ്ഞത് വെള്ളത്തിൽ ഇട്ട് കുതിർത്ത് വെക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ കുതിർത്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഈ മിക്സിയിൽ വെള്ളം ചേർക്കാണ്ട് നമ്മൾ ഡ്രൈ ആയിട്ട് അടിച്ചെടുക്കണം, വെള്ളം ചേർക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിത് അരച്ചെടുത്ത് ഞാൻ കുറച്ച് ഫ്രിഡ്ജിലും വെച്ചു. സാധാരണ അതിൻ്റെ കളറൊന്നും മാറിക്കണത് ഒരു 1 hour ഫ്രിഡ്ജിൽ വെച്ചു. എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതാണ് ഇങ്ങനെ മേലെ ഇത്തിരി യെല്ലോ കളർ വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ വെള്ളം ചേർക്കാണ്ട് അരച്ചെടുക്കുക. പിന്നെ അത് അരച്ചെടുക്കുമ്പോൾ നല്ലവണ്ണം പേസ്റ്റ് ആക്കരുത്. അത് പൊടിഞ്ഞിരിക്കണ രീതിയിലും കൂടി ആയിരിക്കണം പരിപ്പ്. നിങ്ങൾക്ക് ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം. 2 സവാള, 4-5 പച്ചമുളക്, 1 സ്പൂൺ ഇഞ്ചി, കുറച്ച് മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ മുളക് പൊടി. ഓക്കെ, ഇത്ര ഐറ്റംസ് എടുത്തിട്ടുണ്ട്. കറിവേപ്പില കൂടി വേണം. കറിവേപ്പില ഇവിടെ തീർന്നു പോയി, അപ്പം ഞാൻ എടുത്തിട്ടില്ല. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില. അപ്പം ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന ഈ സംഭവം എടുത്തിട്ടു. അപ്പം നമ്മൾ സവാള 2 പച്ചമുളക് 3-4 പച്ചമുളക്, 1 സ്പൂൺ ഇഞ്ചി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഉപ്പ്. ഇത്രയേ ഉള്ളൂ ഐറ്റംസ്, വേറെ ഒന്നും ഇട്ടിട്ടില്ല. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. വെള്ളം ചേർക്കാതെ അടിച്ചെടുത്താൽ മാത്രമേ നമുക്കത് ഷേപ്പിൽ പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് ഇങ്ങനെ പിരിഞ്ഞ് പോകും അത്. ഓക്കെ, ഡ്രൈ ആയിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ഈ സാധനങ്ങളൊക്കെ ചേർക്കാം. അപ്പം ഞാൻ ആദ്യം കുറച്ച് പരിപ്പിൻ്റെ മാവ് ചേർത്തുള്ളൂ. അത് ഇളക്കിയിട്ട് അതിനനുസരിച്ച് ബാക്കിയുള്ള ചേർക്കാറുണ്ട്. ബാക്കി ഞാൻ ഫുൾ ചേർക്കുന്നുണ്ട്. ഇത്ര ക്വാണ്ടിറ്റി ഒന്നും എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ 1 സവാള മതി കേട്ടോ, ഫുള്ളായിട്ട് വേണ്ട. അപ്പോൾ നമ്മളത് നല്ലവണ്ണം കുഴച്ചെടുക്കണം കൈ വെച്ചിട്ട് നന്നായിട്ട്. എന്നാൽ മാത്രമേ മുളക് എല്ലാ ഭാഗത്തും പിടിക്കും. ഞാൻ കുറച്ച് മുളക് പൊടി കൂട്ടിയിട്ടുണ്ട്. ഹോട്ടലിൽ കൂടുതലും പച്ചമുളക് കൂട്ടിയിടുക. ഇവിടെ കുട്ടികളുള്ളത് കൊണ്ട് അവർ പച്ചമുളക് കടിക്കേണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മുളക് പൊടി കൂട്ടിയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് കളർ കുറച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഇതിങ്ങനെ റൗണ്ട് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി. കണ്ടോ, ഇങ്ങനെ പൊടിഞ്ഞു പോവില്ല. ഇങ്ങനെ നമ്മൾ ഇതാകുമ്പോൾ അതിൽ പരിപ്പ് ഇങ്ങനെ മാറി നിൽക്കും, മേളിൽ നിൽക്കണുണ്ട്. ആ രീതിയിലായിരിക്കണം നമ്മളത് ചെയ്തെടുക്കേണ്ട. അല്ലാതെ ഫുള്ളായിട്ട് അരഞ്ഞു പോകരുത്. ഒരു കടിക്കുമ്പോൾ ഒരു ക്രിസ്പി തോന്നണം. അപ്പം നമുക്കിത് എണ്ണയിൽ ഇങ്ങനെയാണ് നമുക്ക് ചുട്ടെടുക്കേണ്ടത്. അപ്പോൾ എണ്ണ നല്ലവണ്ണം തിളച്ച ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുക. ഇട്ടിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ, സ്ലോ ഫ്ലെയിമിൽ ഇടരുത്, ഹൈ ഫ്ലെയിമിൽ ഇടരുത്. കാരണം അത് കുക്ക് ചെയ്ത് വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കുക. വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാം. മാവ് കുറച്ച് ദിവസത്തേക്കൊക്കെ ഉണ്ടാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ വേണ്ടപ്പം നമുക്ക് ഉണ്ടാക്കിയെടുത്ത് സ്നാക്സ് ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് അത്യാവശ്യം കുക്ക് ചെയ്താൽ മാത്രമേ ആ കളർ നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ ഫാസ്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ ഇടരുത്, ടെൻഷനായിട്ട് ലോ ഫ്ലെയിമിൽ ഇടരുത്. ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് എണ്ണ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനൊരു സംഭവമുണ്ട്. അപ്പോൾ നമ്മളത് ആയി കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമ്മളത് കുക്ക് ചെയ്തെടുക്കുക. കണ്ടല്ലോ, ഇത് കണ്ടോ, അങ്ങനെ തിരിച്ചിടുക നമ്മൾ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടം കൂടി എല്ലാവരും ഷെയർ ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അറിയിക്കുക. ഇപ്പം ഞാൻ ഓരോന്നൊക്കെ തിരിച്ചിടുമ്പോൾ കണ്ടോ, കുറച്ച് നേരം കഴിഞ്ഞ് തിരിച്ചിടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുമ്പോൾ കളർ മാറി വരുന്നുണ്ട്. വീണ്ടും നമ്മൾ ശരിക്കും ആയിട്ടില്ല. പരിപ്പയുടെ ഒരു കളർ ഹോട്ടലിൽ കിട്ടുന്ന കളർ നമുക്ക് ആയിട്ടില്ല അതിൽ. അപ്പോൾ തിരിച്ചും മറിച്ചിടുക. കണ്ടോ, പരിപ്പ് കറക്റ്റ് മേലെ നിൽക്കണമുണ്ട്. എന്നാൽ മാത്രമേ അതൊരു ഇതുണ്ടാവുള്ളൂ. ഫുള്ളായിട്ട് അങ്ങോട്ട് പേസ്റ്റാക്കി കളയാൻ പാടില്ല നമ്മൾ അരയ്ക്കുമ്പോൾ. ഇപ്പം ശരിക്കും ആ ഒരു കളർ ശരിക്കും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കോരിയെടുക്കാം കേട്ടോ. അപ്പുറം തിരിച്ചിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം ശരിക്കും ആ ഒരു കടയിൽ നിന്നും വാങ്ങിക്കുന്ന ആ പരിപ്പടയുടെ ആ ഒരു ലുക്ക് വന്നിട്ടുണ്ട്. ഉള്ളു വേവണം, ഒരുപാട് കട്ടിക്കിടരുത്. 12 hours ഒക്കെ നല്ലോണം കുതിർത്ത് വെച്ചാൽ പിന്നെ കുക്ക് ചെയ്ത് വരാൻ ബുദ്ധിമുട്ട് വരില്ല കേട്ടോ. അടുത്ത ബാച്ച് അങ്ങനെ ഇട്ട് കൊടുത്ത് ഞാൻ കുറേ എണ്ണം ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്നുള്ളത്.
അപ്പം നമ്മുടെ ഈ പരിപ്പുവട എല്ലാം റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, കടയിൽ കിട്ടുന്ന മരത്തിന് നല്ല വന്നിട്ടുണ്ട്. അപ്പം നല്ല ഇതായിട്ട് പുറം ക്രിസ്പിയും ഉള്ള കുറച്ച് സോഫ്റ്റും ആയിരിക്കും. നോർമലി അങ്ങനെ ആയിരിക്കുമല്ലോ, ഉള്ളു ഫുൾ സോഫ്റ്റ് ആയിരിക്കില്ല. കാരണം ഒരു ക്രിസ്പിമാരി കടിക്കുമ്പോൾ ഉണ്ട്, എന്നാലും അത് ഒറിജിനൽ ഒരു പരിപ്പുവടയുടെ ഒരു ടേസ്റ്റ് വരുമല്ലോ. പിന്നെ ഇതിൻ്റെ കളറും മുളക് കൂടി ഞാൻ കൂട്ടിയിട്ടിട്ടാണ്, പച്ചമുളക് ഇട്ട് ഈ കളർ വരില്ല. അപ്പോൾ ഇതാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് എല്ലാവരും ചെയ്ത് നോക്കുക ഫ്രണ്ട്സ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. താങ്ക്